എൻ്റെ പേര് ആശ. ഞാൻ ഹരി. ഇത് ഞങ്ങളുടെ ബിവിയിലെ ബേബി തേജസ്. ഞങ്ങൾ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ മാരീഡ് ആയിട്ട് ഇപ്പോൾ 7 ഇയേഴ്സ് ആവുന്നു. 7 ഇയേഴ്സിന് ശേഷമാണ് ഞങ്ങൾക്കൊരു ബേബി ആയത്. 7 ഇയേഴ്സ് പുറമേ കേൾക്കുമ്പോൾ അതൊരു വലിയ നമ്പറായിട്ട് എല്ലാവർക്കും തോന്നും. ആക്ച്വലി ആണ്, പക്ഷേ ഞങ്ങൾക്കതൊരു വലിയ ഫാക്ടർ ആയിരുന്നില്ല. ഈ പ്രഗ്നൻസിയോ ഡെലിവറിയോ റിലേറ്റഡ് സമയത്ത് 7 എന്നുള്ള നമ്പർ ഞങ്ങൾ മൊത്തത്തിൽ ഹാപ്പി ആയിരുന്നു. ആദ്യം ഇനിഷ്യലി ഒരു 2-3 ഇയേഴ്സ് വേണ്ടെന്ന് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായി തുടങ്ങി. പക്ഷെ അപ്പോഴും ഓരോ ഡിലേ കാരണം നടന്നില്ല. ബട്ട് വി വെയർ ഓക്കെ. ഞങ്ങൾക്കതൊരു പ്രശ്നമല്ലായിരുന്നു. എപ്പോൾ നടക്കുന്നോ അന്ന് അത് ഹാപ്പി ആയിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്യുമെന്നുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു ഞങ്ങളത്. പക്ഷെ പുറത്തുനിന്നുള്ളവർക്ക് എല്ലാവർക്കും 7 ഒരു ബിഗ് നമ്പറാണ്, 7 വർഷം എന്തോ പ്രശ്നം എന്നുള്ള രീതിയിലായിരുന്നു എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ കൂടുതൽ അത് അഫക്റ്റ് ചെയ്യാൻ ഞങ്ങൾ അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ 7 ഇയേഴ്സ് നന്നായിട്ട് പോയി. ഞാൻ 30 ഇയേഴ്സ്, ഹീസ് 36 ഇയേഴ്സ്. അപ്പോൾ പുറത്തുനിന്ന് 30 ഇയേഴ്സിൽ ഇനി എങ്ങനെ പ്രഗ്നൻ്റ് ആവും, പ്രഗ്നൻ്റ് ആയ ഡെലിവറി എങ്ങനെ, ആൻഡ് പ്ലസ് ഞാൻ അണ്ടർ വെയ്റ്റൂടെയാണ്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാം കണ്ടിട്ട് ഇതൊക്കെ നടക്കുമോ, നേരത്തെ ആവണ്ടായിരുന്നോ, എടുത്ത ഡിസിഷന് തെറ്റെന്ന് എപ്പോഴും എല്ലാവരും പറയുമായിരുന്നു. പക്ഷേ ബേസിക്കലി ഞങ്ങൾ ഹെൽത്തി ആണെന്നും ഞങ്ങൾ നോർമൽ ആണെന്നും ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഒന്നും ഞങ്ങൾ അധികം ഒന്നും തളർത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രസവം വരുമ്പോൾ ഒരു നാച്ചുറൽ വേയിൽ തന്നെ വേണമെന്നും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ പണ്ട് തൊട്ടേ അണ്ടർ വെയ്റ്റ് ആണ്. അപ്പോൾ കാണുമ്പോഴേ ആൾക്കാർ പറയുന്നൊന്നും കഴിക്കാൻ കൊടുക്കാറില്ലേ, ഇതെന്താ ഇങ്ങനെ ഇരിക്കണേന്ന്. ഫുഡ് ഞാൻ കഴിക്കുന്ന കുറവായിരുന്നു, അതിലവരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എന്തോ പിന്നീട് ശ്രമിച്ചെങ്കിലും വെയിറ്റ് ഇങ്ങനെയൊക്കെ തന്നെ പോയുള്ളൂ. സോ ലൈഫ് ലോങ് ഞാൻ ഇങ്ങനെയാണ്, അണ്ടർ വെയ്റ്റ് ആണ്, BMI കുറവാണ്. പക്ഷെ അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നും ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യമൊന്നല്ല, പിന്നെ ഉണ്ടായില്ല. പക്ഷേ ഈ കേൾക്കുന്ന കമൻസ് ഒക്കെ ഒരു നാൾ വരെ എന്നെ എപ്പോഴും ഹേർട്ട് ചെയ്യുമായിരുന്നു. അതെല്ലാം മാറിയത് കല്യാണ ശേഷമാണ്. എന്നെ അതുപോലെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളെ കിട്ടി കഴിഞ്ഞ ശേഷം അതൊരു ഫാക്ടർ അല്ല എന്ന് എനിക്കായി. അതിനുശേഷം പിന്നെ ഈ പ്രഗ്നൻസി സമയം അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവുന്നില്ല എന്നുള്ളതിനും ഇതൊരു വലിയ ഫാക്ടറായിട്ട് കാണുന്നവരെല്ലാവരും പറയുമായിരുന്നു. അപ്പോൾ ചെറുതായിട്ടെങ്കിലും അത് ബോദർ ചെയ്തിരുന്നു, ഇതൊരു ഫാക്ടർ ആവുന്നു. പക്ഷേ എനിക്ക് എന്നിൽ വിശ്വാസം ഉണ്ടായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഈ അണ്ടർ വെയ്റ്റ് ആയതുകൊണ്ട് എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പ്രഗ്നൻ്റ് ആവുന്നത് പുറത്ത് വെച്ചിട്ടാണ്, അപ്പോൾ ഔട്ട്സൈഡ് ഇന്ത്യ. അതൊരു 3 മന്ത്സ് കഴിഞ്ഞാണ് ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നത്, ഇവിടെ കൊച്ചിയിൽ BVയിൽ. അപ്പോൾ അവിടെ വെച്ചുള്ള ഒരു ടെസ്റ്റിൽ എനിക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് വരെ പറഞ്ഞായിരുന്നു. പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ പാടായിരുന്നു. അധികം ഫുഡില്ല, ഷുഗർ അങ്ങനെ ഒന്നും കഴിക്കില്ല. ഞാൻ കൂടുതലും നാച്ചുറലി ഇഷ്ടപ്പെടുന്ന ആളാണ്. അങ്ങനെ ജങ്കും വേണ്ട, ജങ്ക് ഫുഡ്സ് ഒന്നും താല്പര്യമില്ലാത്ത ആളാണ്. അപ്പോൾ എനിക്ക് ഡയബറ്റീസ് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു കൺസേൺ ആയിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഒരുപാട് അതിൻ്റെ ബ്ലഡ് ചെക്കിങ്ങും അതും ഇതൊക്കെ ചെയ്ത് വല്ലാത്തൊരു ട്രോമ ഫീൽ ആയിരുന്നു. ഇനി എങ്ങനെ, ഇതൊരു ക്രിട്ടിക്കൽ കേസാണ്, ജസ്റ്റേഷണൽ ഡയബറ്റീസ് വന്നാൽ അപ്പോൾ പിന്നെ ഇനി നാച്ചുറൽ നോക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള രീതിയിലെല്ലാം കൺസേൺഡ് ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്നു ആദ്യത്തെ വിസിറ്റിൽ പൊതുവേ എന്നെ കണ്ട ആൾക്കാർക്ക് ഒരു ഇമ്പ്രഷൻ ഉണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ അതൊരു നോർമൽ ഫീലിംഗ് ആയിട്ട് തോന്നി. എന്നെ ഞാനായിട്ട് അക്സെപ്റ്റ് ചെയ്ത ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇയാളെ ചെറുതാണ്, ഓക്കെ, യു ആർ സ്മോൾ, അത്രയേ ഉള്ളൂ. സ്മോൾ ആയതുകൊണ്ട് സംതിങ് എൽസ് എന്നുള്ള ഒരു രീതിയിൽ എന്നെ ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അതെനിക്ക് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു. അപ്പോൾ ഈ ജസ്റ്റേഷണൽ ഡയബറ്റീസിൻ്റെ കേസ് തന്നെ ഇവിടെ പറഞ്ഞപ്പോൾ എന്നോട് നോർമലായിട്ട് സാധാ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യൂ, അല്ലെ HB1AC ചെയ്യൂ, ഇത് നോർമലാണ്. അവർ 2-3 ടെസ്റ്റിങ് ചെയ്യാൻ പറഞ്ഞതല്ലാതെ ഇതൊരു ക്രിട്ടിക്കൽ ആണെന്നോ താൻ ഓൾറെഡി എമർജൻസി കേസിലോ അങ്ങനെ ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ആ 1-2 ടെസ്റ്റിൽ തന്നെ നോർമൽ ആയപ്പോൾ ഒരു പറഞ്ഞു അത് ആ ടെസ്റ്റിൻ്റെ ഫോൾട്ട് ആയിരിക്കും, ഇറ്റ്സ് ഓക്കെ, യു ക്യാൻ കണ്ടിന്യൂ ഈറ്റിംഗ്. ഓരോ വിസിറ്റ് കഴിഞ്ഞ് വരുമ്പോൾ ആൾക്കാർ ചോദിക്കും എന്താ ഈ വെയിറ്റ് എന്തെങ്കിലും പറഞ്ഞോന്ന് ചോദിച്ചിട്ടിട്ട് ഞാനും ഡോക്ടറിൻ്റെ അടുത്ത് ആയിരുന്നു ചോദിക്കും, ഡോക്ടർ ഇത്ര ഗ്രാമേ കൂടിയുള്ളത്, കുഴപ്പമുണ്ടോ, ഇനി പ്രശ്നമുണ്ടോ എന്നുള്ളത്. ഡോക്ടർ എപ്പോഴും പറഞ്ഞിട്ടിരുന്നത് ഇറ്റ്സ് ഓക്കെ, വെയിറ്റ് കയറുന്നുണ്ടല്ലോ, അപ്പോൾ ബേബി കിട്ടിയാൽ പോരെ, കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കഴിച്ച് തൻ്റെ വെയിറ്റ് കൂട്ടണമെന്നില്ല, പ്രോട്ടീൻ കഴിക്കുക, കുഞ്ഞിൻ്റെ വെയിറ്റ് അല്ലേ നമുക്ക് വേണ്ടതെന്നുള്ള. അപ്പോൾ എൻ്റെ വെയിറ്റ് ഒരു ഫാക്ടർ അല്ലാന്നോ അത് കാരണം ഒരു ഡേഞ്ചർ ഇല്ലാന്നോ ഉള്ള രീതിയിൽ ഇവിടെ ഞാൻ ട്രീറ്റ് ചെയ്യപ്പെട്ടു. അതെനിക്കൊരു വലിയ സമാധാനം ഉണ്ടായിരുന്ന കാര്യമാണ്. ഹീമോഗ്ലോബിൻ ഇടയ്ക്ക് കുറഞ്ഞ സമയം എന്നോട് ഫുഡ് രീതിയിൽ ട്രൈ ചെയ്യാനും സപ്ലിമെൻറ്റ്സ് ഉണ്ട്, അതും കഴിക്കാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ആ ഫുഡ് രീതിയിൽ ചെയ്യാമെന്നുള്ള ഒരു കോൺഫിഡൻസ് തന്ന് അത് ഒറ്റ മാസത്തിനുള്ളിൽ ആ കുറഞ്ഞ വാല്യൂ ഞാൻ തിരിച്ച് റീഗെയിൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഡോക്ടറും ചോദിച്ചു ഇത് സംഭവിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ ആദ്യം എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നല്ലേ എനിക്ക് കൂടുമെന്നുള്ള രീതിയിൽ. ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വീണ്ടും വിശ്വാസമായി, ഓക്കെ അപ്പോൾ കുഴപ്പമില്ല, അങ്ങനെ ഡേഞ്ചർ ആയിട്ടൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഞാൻ ട്രീറ്റ് ചെയ്യപ്പെട്ടു. പുറമേ നിന്ന് നോക്കിയ ആൾക്കാർ ഇതെന്തിനിങ്ങനെ ചൂസ് ചെയ്തേ, എമർജൻസി ആയാലോ, പറ്റുമോ, നടക്കുമോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇവിടെ മോസ്റ്റ്ലി നാച്ചുറൽ രീതി. പിന്നെ ഈ കേസുകളൊക്കെ ആണെങ്കിൽ താൻ എമർജൻസിയിൽ പോവാം, എല്ലാം എപ്പോഴും അവെയർ ആക്കിയിരുന്നു. ഇപ്പോൾ ബ്ലഡ് കുറവാണെങ്കിൽ എമർജൻസി വന്നാൽ ഇതാണ് അവസ്ഥ എന്ന് എപ്പോഴും അവെയർ ആക്കിയിരുന്നു. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ നോർമൽ രീതിയിൽ തന്നെയാണ് പോകുന്നിടത്തോളം ഇറ്റ് ഇസ് ഫൈൻ എന്നുള്ള രീതിയിൽ എപ്പോഴും അത് പറഞ്ഞിരുന്നു. ഞാൻ 2 ഇയേഴ്സ് മുമ്പ് ജസ്റ്റ് FBയിൽ ഒരു പോസ്റ്റ് കണ്ടതായിരുന്നു BVയിലേക്ക് എന്നെ എത്തിച്ചത്. ആക്ച്വലി ആ പോസ്റ്റിൽ
ആരോ ഒരാൾ ഷെയർ ചെയ്തു മറ്റൊരാളുടെ എക്സ്പീരിയൻസ് ദാറ്റ് പ്രഗ്നൻസി അല്ലെ ഡെലിവറി സമയത്ത് ദേ വർ ട്രീറ്റഡ് നൈസ്, വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നാച്ചുറൽ ആയിരുന്നു, ദേ വർ ടേക്കൺ കെയർ എന്നുള്ള രീതിയിൽ ഞാൻ വായിച്ചു. അതിനു മുമ്പ് വരെ ഞാൻ കേട്ട എല്ലാ സ്റ്റോറീസിലും ഫാമിലി ആവട്ടെ ഫ്രണ്ട്സ് ആവട്ടെ അറിയാവുന്ന ആൾക്കാരുടെ ആയിക്കോട്ടെ അല്ലെ നമ്മുടെ ടി വി തന്നെ കാണുന്ന ആയിക്കോട്ടെ, എല്ലാത്തിലും അതൊരു ട്രോമ അല്ലെങ്കിൽ ഒരു ഹൊറിബിൾ സീൻ അല്ലെ പേടിപ്പിക്കുന്ന ഒരു സാധനമായിട്ടേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ഒരാൾ നല്ലത് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് നോക്കി. അപ്പോൾ ബർത്ത് വില്ലേജ് കണ്ടു, നോക്കിയപ്പോൾ കൊച്ചി എന്നും പറഞ്ഞു. ഞങ്ങളും ബേസിക്കലി കൊച്ചിയിൽ നിന്നായതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടോ സെറ്റപ്പ്, ഇതൊക്കെ ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നതാണോ എന്നുള്ളത്. അപ്പോൾ അന്ന് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞിരുന്നു, എന്തെങ്കിലും നമ്മൾ പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ എനിക്ക് ഇവിടെ തന്നെ വരണമെന്നുള്ള രീതിയിൽ. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ആ പ്രഗ്നന്റ് ലേഡി എന്നുള്ള ഫാക്ടർ അവിടെ ഇല്ലാണ്ടാവുന്ന, ബേബി മാത്രം കൺസേൺ ആവുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. എൻ്റെതായ അപ്രിഹെൻഷൻസ് ഉണ്ടായിരുന്നു. വൺസ് ഇവിടെ വന്ന് ഇത് ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, എല്ലാ ഒരു ഹോസ്പിറ്റലിൻ്റെ ബേസിക് കമ്മ്യൂണിറ്റീസ് എല്ലാം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും ഐ വാസ് ഓൾസോ കോൺഫിഡൻറ്റ്. ഇപ്പോൾ ഇവിടെ എന്ത് വന്നാലും ഈവൻ നാച്ചുറൽ വേയോ ആണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഇൻ്റർവെൻഷൻ ഇൻ കേസ് വേണ്ടി വന്നാലും നേരിടാനുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി. അതിനുശേഷം വി വർ കോൺഫിഡൻറ്റ് ആൻഡ് വോണ്ട് ടു ഗോ. നിങ്ങൾ പ്രഗ്നൻ്റ് ആവുന്നത് തിരിച്ചറിയുന്നത് അബ്രോഡ് ആയിരിക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ ഒരു കരിയർ ചേഞ്ചിൻ്റെ പാത്തിലായിരുന്നു. അപ്പോൾ ഞാനപ്പോൾ ഒരു ജോബ് ചേഞ്ച് അല്ലെങ്കിൽ ഒരു കരിയർ ചേഞ്ച് പെർസ്യൂ ചെയ്തിരുന്നെങ്കിൽ ആ സമയത്ത് ഒരുപക്ഷെ വൈഫിൻ്റെ പ്രഗ്നൻസി ജേർണിയിലോ ഒരുപക്ഷെ പ്രഗ്നൻസിയുടെ സമയത്തോ എനിക്ക് ഒപ്പം ഉണ്ടാവാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അങ്ങനെയാണ് ഞാനൊരു കരിയർ ബ്രേക്ക് എന്നുള്ളൊരു ഇതിലേക്ക് വരുന്നത്. ഞങ്ങൾ രണ്ടുപേരും അവിടുന്ന് ജോബ് ക്വിറ്റ് ചെയ്തിട്ട് ഈ ബി വി ആണെന്ന് വൺസ് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് പാർട്ട്ണറിൻ്റെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്, എസ്പെഷ്യലി ഡ്യൂറിങ് ടൈംസ് ഓഫ് പ്രഗ്നൻസി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അവിടുന്ന് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. സോ ഈ ആൻഡ് ആ ഒരു ഹാവിങ് എ ബേബി ഈസ് മോർ വർത്തിയർ ദാൻ ജോബ് ഓർ സംതിങ്. കരിയർ ക്യാൻ വെയിറ്റ്. ഇത് ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മൾ നാട്ടിലേക്ക് വരുന്നത്. പ്രഗ്നൻസി അല്ലെങ്കിൽ ബർത്തിങ് എന്ന് പറഞ്ഞാൽ അതൊരു ഡിസീസ് അല്ല, ഇറ്റ് ഇസ് ജസ്റ്റ് എ സ്റ്റേജ് ഇൻ ലൈഫ്. അപ്പോൾ ഇതിനൊരു ട്രീറ്റ്മെൻ്റ് അല്ല വേണ്ടത്. ഇതിന് കൂടുതലായിട്ടും വേണ്ടത് ബേസിക്കലി ഒരു സപ്പോർട്ടാണ്. ഇതൊരു പേഷ്യൻറ്റിന് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന പോലെ ഈ അവസ്ഥയെ കാണേണ്ട കാര്യമില്ല. വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ് അറ്റ് ബർത്ത് എന്ന് പറഞ്ഞാൽ ഐ ഷുഡ് മാറ്റർ. പുറത്ത് പറയുമ്പോൾ ആൾക്കാർ പറയും എല്ലാവരും പ്രസവിക്കണില്ല, നിനക്ക് മാത്രം എന്താ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രസവിക്കുമ്പം ഐ ഷുഡ് മാറ്റർ. എനിക്ക് ആ എക്സ്പീരിയൻസ് എന്തായിരിക്കണം, ഇനി ഞാൻ ബാക്കി ജീവിക്കാനുള്ള. സോ ഐ ഷുഡ് ഫീൽ ഗുഡ് അബൌട്ട് മൈ ലൈഫില്ലേ, ഏത് സ്റ്റേജ് ആണെങ്കിലും. സോ എനിക്ക് ഐ ഷുഡ് മാറ്റർ എന്നായിരുന്നു അന്ന് വായിച്ച FB പോസ്റ്റിൽ എനിക്ക് മനസ്സിലായത്. ആ ലേഡി ഫെൽറ്റ് ദാറ്റ് ഷീ മാറ്റേർഡ്. അതാണ് എന്നെ ടച്ച് ചെയ്ത പോയിന്റ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഫാക്ടർ അതായിരുന്നു. ഇവിടെ ഐ വിൽ ബി ട്രീറ്റഡ് നൈസ്, എന്നെ ഞാനായിട്ട് അല്ലെങ്കിൽ എനിക്കൊരു ഇമ്പോർട്ടൻസ് തരൂ എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. സെക്യൂരിറ്റി ഗേറ്റ് കിടക്കുമ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ തൊട്ട് ക്ലീനിങ് സ്റ്റാഫ് ആവട്ടെ നേഴ്സ് ആവട്ടെ, ആ ഗേറ്റിനകത്ത് ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ അവരിൽ എല്ലാവരും ഒരു ക്വാളിറ്റിയാണ്. ഇതെങ്ങനെ ഇത്രയും ക്വാളിറ്റി ഉള്ള ആൾക്കാരെ കിട്ടി ഈ ടീം പോകുന്നു എന്നുള്ളത് ഓൾവേസ് എ വണ്ടർ. പക്ഷേങ്കിൽ എല്ലാവരിലും ആ ഒരു ക്വാളിറ്റി ഉണ്ട്, ദാറ്റ് ദേ ആർ സോ നൈസ് ടു യു. ഇവിടെ അതുപോലെ ലമാസെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്തിരുന്നു. എവിഡൻസ് ബേസ്ഡ് ഇൻഫോർമേഷൻസ് കപ്പിൾസിനെ കംപ്ലീറ്റ് ആയിട്ട് അവെയർ ആക്കി കൊടുക്കുന്ന സെഷൻസ്, ഒരു 7 സെഷൻസ് ഉണ്ടായിരുന്നു. അത് പ്രഗ്നൻസിയിൽ ഹെൽപ്പ് ചെയ്യുന്നത്, ഡെലിവറി ടൈം ഹെൽപ്പ് ചെയ്യുന്നത്, പോസ്റ്റ്പാർട്ടം ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ബേബി കെയർ, അങ്ങനെ പല ടോപ്പിക്സ് ആയിട്ട് കവർ ചെയ്തിട്ടായിരുന്നു ലമാസെ ക്ലാസ്. അത് നമ്മൾ ഒരുപാട് ആക്ച്വലി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നായിരുന്നു. പ്രിപ്പയർ ആയിരിക്കാം, നമുക്ക് അറിയില്ല നെക്സ്റ്റ് ചാപ്റ്റർ എന്താണെന്നുള്ളത്. അതെല്ലാവരും പറഞ്ഞാൽ അത് ഭയങ്കര പാടാണ്, സ്ലീപ്ലെസ് നൈറ്റ്സ് അല്ലെങ്കിൽ കഷ്ടപ്പാടാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനകത്ത് എന്തൊക്കെ ഇൻവോൾവ് ആണെന്നുള്ളത് ഈ ലമാസെ ക്ലാസ് വഴി നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ബേബിക്ക് ഇനീഷ്യലി കുറച്ച് ജോണ്ടിസിൻ്റെയും അതുപോലെ ടങ് ടൈഡ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. RH ഇൻകോമ്പാറ്റബിളിലായിരുന്നു മദറും ബേബിയും. അപ്പോൾ ഇനീഷ്യലി നമ്മൾ ബർത്ത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞായിരുന്നു ഇപ്പം എല്ലാം റിസോൾവ് ആയിരിക്കുന്നു, പക്ഷേ ഒരു ചെറിയ ടങ് ടൈ പോലെ തോന്നുന്നുണ്ട്, അത് ഹെൽപ്പ് ചെയ്യും, മേ ബി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യേണ്ടി വരും. മാത്രമല്ല ജോണ്ടിസിൻ്റെ ഒരു കണ്ടീഷൻസ് ക്യാൻ കം ബാക്ക്, ഒരു RH ഇൻകോമ്പാറ്റബിൾ ആയതുകൊണ്ട്. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഇത് വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഞങ്ങൾ നെക്സ്റ്റ് ഡേ മുതൽ കുട്ടിക്ക് പാല് കുടിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ അവർ ഓൾറെഡി ഫസ്റ്റ് ബർത്തിൽ തന്നതുകൊണ്ട് നമുക്കൊരു ചെറിയ ധാരണയുണ്ടായി, മേ ബി ഡ്യൂ ടു ടങ് ടൈ. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ ഇവിടുന്ന് സംബഡി ഈസ് കമ്മിങ് ടു മീറ്റ് യു അറ്റ് ഹോം. നമ്മുടെ ഒരു വെൽബീയിങ്, കുട്ടിയുടെയും മദറിൻ്റെയും വെൽബീയിങ് ചെക്ക് ചെയ്യാനായിട്ട് ഒരാൾ വരികയാണ് ബേബിന്ന്. അപ്പോൾ ദാറ്റ് ഈസ് ഓൾസോ അനദർ പ്ലസ്. അപ്പോൾ പുള്ളിക്കാരി കണ്ടിട്ടാണ് പറഞ്ഞത് ഇത് ഫർദർ ജോണ്ടിസ് കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇമ്മീഡിയറ്റ്ലി തിരിച്ച് ബേബിയിലേക്ക് വന്നു.
അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഈ ടങ് ടൈഡ് ഇഷ്യൂസും ഇവിടെയും നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ അതിന് കൺസേൺഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടായത് കാരണം ആ ടങ് ടൈം വിത്തിൻ 1 വീക്ക് റിമൂവ് ചെയ്തു. അങ്ങനെ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നതും അതുപോലെ തന്നെ ജോണ്ടിസിൻ്റെ ഇഷ്യൂവും ഒരു വിത്തിൻ 7 to 10 days ഞങ്ങൾക്ക് ക്യൂറായി. ആ ഒരു ഫീഡിങ് ജേർണി എന്ന് പറഞ്ഞാൽ പല പേർക്കും അതൊരു ഡിഫിക്കൽട്ട് ജേർണിയാണ്. ചിലർക്ക് സ്മൂത്ത് ആയിട്ട് ലക്കിലി കിട്ടുന്നുണ്ടാവും. പക്ഷെ മോസ്റ്റ് ഓഫ് ദ പീപ്പിളിന് അതിലൊരു ഗൈഡൻസ് സപ്പോർട്ടും വേണ്ടതാണ്. അത് ത്രൂ ഔട്ട് ആ മാഡം തന്നായിരുന്നു ഞങ്ങൾക്ക്. ഇനി ബീവിയുടെ പേരൻസിട്ട് രാത്രിയായിട്ട് പകലായിട്ട് ചോദിച്ചാൽ ഉത്തരം തരാൻ ആൾക്കാരുണ്ട്. ഞാൻ തന്നെ 2 മണിക്ക് 3 മണിക്ക് ഇവിടുത്തെ മെഡിക്കൽ ടീമിനെ വിളിച്ചിട്ട് ഇങ്ങനെയാണ് ചേച്ചി എന്ത് ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ അത് കുഴപ്പമില്ല ആശ ഇങ്ങനെ ചെയ്യൂന്ന് പറയുന്ന ഒരു അത് 2 മണി 3 മണിക്ക് നമ്മളിങ്ങനെ അകപ്പെട്ടിരിക്കുക. ആരെ വിളിക്കുക, എന്ത് ചെയ്യുന്ന ഒരു ഉത്തരമില്ല, എങ്ങനെ രാത്രി പകലാക്കും എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോൾ അത്രയും സപ്പോർട്ട് തരാനുള്ള ടീം ഇവിടെ ഉണ്ടെന്നും അവരുടെയൊക്കെ അപ്രോച്ച് അത്രയും നല്ലതായിരുന്നു. അവർക്കൊരു ശല്യമായിട്ടോ ഇതെന്തേ വിളിക്കണേ വീണ്ടും ചോദിക്കണേ എന്തെന്നോ അങ്ങനെ ഒരു അപ്രോച്ച് ഇല്ലാതെ ആ കെയർ അത്രത്തോളം ബിഫോർ ആണെങ്കിലും ആഫ്റ്റർ ഡെലിവറി ആണെങ്കിലും അതിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.